ഹലോ ഫ്രണ്ട്സ്, മാതൃ മച്ചാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ രണ്ട് ചെറിയ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ കോളിവുഡ് സൂപ്പർ സ്റ്റാർസ് ആയിട്ടാണ് ദളപതി വിജയുടെ നമ്മുടെ സൂര്യ നടിപ്പിൻ നായകൻ സൂര്യയുടെ രണ്ട് സിനിമകളുടെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് സൂര്യയുടെ അപ്ഡേറ്റ് നോക്കാം. നമുക്കറിയാം 8 വർഷത്തിന് മുമ്പ് അനൗൺസ്മെന്റ് ചെയ്തതാണ് നമ്മുടെ സൂര്യ വെട്രിമാരൻ കോംബോ ആയിട്ട് ഇറങ്ങുന്ന വാടിവാസൽ. അപ്പോൾ നമുക്ക് ഈ അടുത്തിടെ നമ്മൾ ഇതുപോലെ അപ്ഡേറ്റ് അല്ലെങ്കിൽ റൂമേഴ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ വെട്രിമാരൻ അല്ലെങ്കിൽ സൂര്യ വാടിവാസൽ ഡ്രോപ്പ് ചെയ്തു, അത് സിംബുവിനെ വെച്ച് ചെയ്യും അല്ലെങ്കിൽ ധനുഷിനെ വെച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഇതുപോലെ റൂമേഴ്സ് ഇങ്ങനെ വന്നതാണ്. എന്നാൽ ആരെയും വെച്ച് ചെയ്യുന്നില്ല. വെട്രിമാരൻ ഒരാൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ സൂര്യയാണ്. അപ്പോൾ സൂര്യയെ വെച്ച് തന്നെ പടം ചെയ്യും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് വെട്രിമാരൻ തന്നിരിക്കുന്നത്. വെട്രിമാരൻ തന്നെ അത് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു പടം ചെറിയൊരു ക്യാൻവാസിൽ ചെയ്യുന്നൊരു പടമല്ല, വലിയ സിനിമയാണ്. ഇതൊരു നോവലാണ്. അപ്പോൾ അതൊരു സിനിമയാക്കുമ്പോൾ ഏകദേശം 3 മണിക്കൂറിനടുത്തൊരു സിനിമയാക്കുമ്പോൾ അത് സിനിമാ രൂപത്തിൽ വരുമ്പോൾ അത് എഴുതുന്നതിനൊക്കെ ഒത്തിരി ടഫായിട്ടുണ്ട്. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടക്കുമ്പോഴും ഇപ്പം പടത്തിൻ്റെ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ആണ് പടത്തിനിപ്പം വന്നിരിക്കുന്നത്, അല്ലാതെ പടം ഡ്രോപ്പ് ചെയ്യുന്നില്ല. ഇതിൻ്റെ വെട്രിമാരൻ വാടിവാസലിൻ്റെ ഒരു ബ്രേക്ക് സമയത്ത് ചിമ്പുവിനെ വെച്ചിട്ട് ഒരു വടച്ചെന്നൈ യൂണിവേഴ്സിലൊരു സിനിമ വരുന്നു. അത് നമുക്ക് അപ്ഡേറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് സ്റ്റോറി പറഞ്ഞ് എല്ലാം സെറ്റാക്കി അത് പടമാകാൻ പോകുന്നു. അത് നമുക്കറിയാം, വടച്ചെന്നൈ നമ്മൾ സെക്കൻഡ് ഇപ്പോഴും ആ ഒരു പടത്തിൻ്റെ ഓളം നമുക്ക് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം കാണാത്തവർ ഉണ്ടായിരിക്കും, അപ്പം കണ്ടു നോക്കണം. ആ ഒരു ലെവലാണ് പടം. അപ്പം അതേ യൂണിവേഴ്സിൽ വേറൊരു സിനിമ വരുവാണെങ്കിൽ അതിൻ്റെ എന്തായാലും വെട്രിമാരൻ എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് അറിയാം. നമുക്ക് വെട്രിമാരൻ്റെ ആ ഒരു ഡയറക്ഷനാണെങ്കിലും സ്റ്റോറി ആണെങ്കിലും എല്ലാം പക്കയാണ്. പുള്ളി എടുത്തേക്കുന്ന എല്ലാ സിനിമയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. അപ്പം ആ ഒരു യൂണിവേഴ്സിലേക്ക് അതും ചിമ്പുവിനെ പോലൊരു നായകൻ, ജനപ്രിയ നായകൻ വരുമ്പം ആ പടത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ കുറച്ചുകൂടി ഒരു ഇത് കിട്ടുവാണ്, മുൻതൂക്കം കിട്ടുവാണ്. അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വാടിവാസൽ ഡ്രോപ്പ് ആയിട്ടില്ല, എന്തായാലും ഓൺ ദി വേ. പിന്നെ അതുപോലെ തന്നെ വെട്രിമാരൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ സിനിമ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനാണ് വെട്രിമാരൻ മനസ്സിൽ കണ്ടിരിക്കുന്നത്. അപ്പം അതായത് നമ്മുടെ ജല്ലിക്കെട്ട് അങ്ങനത്തെ സംഭവമൊക്കെയാണല്ലോ ആ സിനിമ. അപ്പം അത് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ അപ്പം അതിൻ്റെ ഒരു റിസ്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം അതെല്ലാം സെറ്റായി വന്നാലേ നമുക്ക് ഈ ഒരു സിനിമ തുടങ്ങാൻ പറ്റൂ എന്നാണ് വെട്രിമാരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും വാടിവാസൽ ഇറങ്ങും. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അടുത്ത നമ്മുടെ ജനനായകൻ ദളപതിയുടെ ജനനായകൻ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്, ബിഗ് അപ്ഡേറ്റ് ആണ്. അപ്പം നമുക്കറിയാം, പടത്തിൻ്റെ ഗ്ലിംസൊക്കെ ഇറങ്ങി തകർത്ത്, അതായത് റെക്കോർഡൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, നമ്മുടെ ജനനായകനിലെ സോങ് അപ്ഡേറ്റ്. ജനനായകനിൽ ദളപതി ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ദളപതിയുടെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക സിനിമകളിലും പുള്ളി ഒരു പാട്ട് പാടിയിരിക്കും. അപ്പം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പുള്ളി 2 സോങ് ആയിരിക്കും പാടിയിരിക്കുന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒന്ന് നമ്മുടെ അനിരുദ്ധ് അസൽ കോലാറിൻ്റെ ദളപതി കോംബോ, നമ്മുടെ നാറടിയ അതുപോലൊരു ഐറ്റം ആയിരിക്കട്ടെ എന്തായാലും. അപ്പം അങ്ങനെ ഒരു അടിച്ചുപൊളി സോങ്ങും പിന്നെ നമ്മുടെ MGRൻ്റെ ഞാൻ ആണയിട്ടാൽ എന്നുള്ള ആ സോങ്ങിൻ്റെ ദളപതി വേർഷൻ, അങ്ങനെ 2 സോങ് ദളപതി പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സോങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് ഉടനെ തന്നെ കാണും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും ഒരു അണഞ്ഞു കിടന്നൊരു പടത്തിനെ ഒരു ഗ്ലിംസ് കൊണ്ട്, ഒരൊറ്റ ഗ്ലിംസ് കൊണ്ട്, ഒരു 30 സെക്കൻഡ് ഗ്ലിംസ് കൊണ്ട് ഇപ്പം ഏത് ലെവലിൽ ഇപ്പം നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പം ഇതാണ് ദളപതിയുടെ ഒരു പവർ, അല്ലെങ്കിൽ നമുക്കത് പറയാം ഒരു സ്റ്റാർഡം എന്നൊക്കെ പറയുന്നത്. ഒന്നുമില്ലാതെ സിനിമയിൽ ഒരൊറ്റ ഒരു തീപ്പൊരി കൊണ്ട് ഇട്ട ഒരു ബ്ലാസ്റ്റ് ആക്കിയൊരു ഇതാണ്. അപ്പം എന്തായാലും ദളപതി സിനിമയിലോട്ട് തിരിച്ചു വരട്ടെ. അപ്പം എന്തായാലും ജനനായകൻ അടുത്ത വർഷം ജനുവരിയിൽ റിലീസിന് എത്തുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വർഷം നമുക്ക് അപ്ഡേറ്റുകളുടെ ചാകരയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ്, റിവ്യൂസ്, റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതും വരെ ബൈ.